Hi, hello and welcome back to Try It Out with Meera Nair. മീൻ വേണ്ടാത്ത ഒരു മീൻ കൂട്ടാനായാലോ? ഏത്തക്ക മീൻ കൂട്ടാൻ എന്നാണ് ഈ കൂട്ടാൻ്റെ പേര്. മിക്ക കൂട്ടാനുകൾ പോലെ ഇതും എന്നെ പഠിപ്പിച്ചതെന്ന് എൻ്റെ അമ്മൂമ്മയാണ്. അപ്പോൾ അമ്മൂമ്മ പറയാറുണ്ട്, ഉണക്കമീനും ഏത്തക്കയും ഉപയോഗിച്ചാണ് ഈ കൂട്ടാൻ ശരിക്കും ഉണ്ടാക്കിയിരുന്നത്. മീൻ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഏത്തക്ക മാത്രം ഇട്ടും നല്ല രുചിയോടുകൂടി ഈ കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനായി ആദ്യം തന്നെ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ അവിയലിൻ്റെ പരുവത്തിൽ ഇതേപോലെ അരച്ചെടുത്ത് അത് പാത്രത്തിലേക്കിട്ട് അതിലേക്ക് വെള്ളമൊഴിക്കുന്നു. കുറച്ച് ലൂസായി ഇരിക്കുന്ന പരുവത്തിൽ വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണുന്ന ഒരു പരുവത്തിൽ വെള്ളമൊഴിക്കുന്നതായിരിക്കും നല്ലത്. വെള്ളമൊഴിച്ച് അരപ്പ് അതിലേക്ക് നല്ലപോലെ കലക്കി ചേർക്കുക. ഇപ്പോൾ അത് അത്യാവശ്യം അയഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി അടുപ്പിൽ വെച്ച് അടച്ചു വെച്ച് നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ലൊരു തിളവന്ന ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം തോട്ടുപുളി അഥവാ കുടംപുളിയും കൂടി ഇട്ടുകൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് തുടക്കം തൊട്ടേ ഞാൻ വെച്ചിരിക്കുന്നത്. പുളി ഇട്ട ശേഷം വീണ്ടും ഇത് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. പുളിയുടെ രസവും മറ്റും കറിയിലേക്ക് നല്ലപോലെ ഇറങ്ങിച്ചെല്ലാൻ ഈ തിള സഹായിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് വെള്ളം ഒരൽപ്പം വറ്റി, എന്നിട്ട് അതിലേക്ക് ഏത്തക്ക കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് ഉപ്പും മറ്റും പരുവമാണോ എന്നൊന്ന് രുചിച്ച് നോക്കിയ ശേഷം പോരെങ്കിൽ ഒരൽപ്പം കൂടെ ചേർത്ത് അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കുക. ഏത്തക്ക അരിയുമ്പോൾ ഈ വലിപ്പത്തിൽ തന്നെ അരിയുന്നതാണ് നല്ലത്. ഏത്തക്ക പ്രത്യേകം വേവിച്ചല്ല ചേർക്കുന്നത്, അരപ്പിൽ കിടന്നാണ് പൂർണ്ണമായും അത് വേവുന്നത്. കുറച്ച് സമയം അടച്ചു വെച്ച് തുറന്നു നോക്കുമ്പോൾ വേവുക മാത്രമല്ല, നല്ലപോലെ ആ ചാറ് ഒന്ന് കുറുകിയിട്ടുമുണ്ട്. ഏകദേശം ഒരു അവിയലിനേക്കാൾ കുറച്ചുകൂടെ അയഞ്ഞ പരുവത്തിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂകി അടുപ്പിൽ നിന്ന് വാങ്ങാം. മീനില്ലാത്ത ഏത്തക്ക മീൻ കൂട്ടാൻ റെഡിയാണ്. മീനോടുകൂടിയും ഉണ്ടാക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് മീനോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാക്കി അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ ബൈ.